എല്ലാവർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ചമ്മന്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വഴുതനങ്ങയാണ്. 2 മീഡിയം സൈസ് വഴുതനങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളക് എടുത്ത് വയ്ക്കാം. 1 ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് വയ്ക്കാം. ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വയ്ക്കാം. വഴുതനങ്ങ ആദ്യം വേവിച്ചെടുക്കണം. മുഴുവനായിട്ട് വഴുതനങ്ങ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി അകത്ത് എന്തെങ്കിലും കേടോ പുഴുക്കളോ ഉണ്ടോയെന്ന് ഡൗട്ടുള്ളവർക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വഴുതനങ്ങ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നമുക്ക് ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് ചേർത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ വഴുതനങ്ങ ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലുള്ള തൊലി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. തൊലിയുടെ കൂടെ ഉള്ളിലുള്ള ആ ഒരു കുരു കളയണം എന്നുള്ളവർക്ക് അതും കളയാം. ഞാനിവിടെ കളഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴുതനങ്ങ ഉടച്ചു കൊടുക്കാം. ചിലവർക്ക് ആ ഒരു കുരു ഇഷ്ടമുണ്ടാവില്ല, ചെറിയൊരു കയ്പ്പ് തോന്നിക്കും. അതുകൊണ്ട് തന്നെ അത് കളയണമെങ്കിൽ കളയാം. എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. ഉരുക്കിയ ശർക്കരപ്പാനിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. 3 പച്ചമുളക് നന്നായി ഒന്ന് ഇടിച്ചെടുക്കാം. ഈ ഒരു മിക്സ് വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച പുളിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കി ഉപ്പോ പുളിയോ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് താളിച്ചൊഴിക്കാം. മല്ലിയില ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1-2 മല്ലിയില ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാനും നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.